സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കരയണമെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കൂട്ടുകാർ പോയി, നാട്ടുകാർ പോയി. കടയിൽ ഞങ്ങളെ ലോകം എന്ന് പറയുന്നത് കടയിലും. അപ്പം അവിടുന്ന് ഡെയിലി കാണുന്ന ആൾക്കാർ ഫുള്ള് പോയി. പകരം എന്ത് എന്നൊരു ഓപ്ഷൻ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധുക്കൾക്കോ കൊടുക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ ആർക്കും കഴിയുന്നില്ല. കഷ്ടപ്പാട് അത്രയായിരുന്നു. നഷ്ടപ്പെട്ടു പോയാൽ വലിയ ദുഃഖമുണ്ട്. രാത്രി അറിയാം, ഭയങ്കര ബഹളമായിരുന്നു. ഒച്ച ഭയങ്കര ഒച്ച. ഞങ്ങൾ ആ ഒച്ച അങ്ങോട്ട് കേൾക്കാം. പ്ലെയിന് പോകണ വരുത്ത ഒച്ച. അപ്പം ഞാനിത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടി വിയിലൊന്നും ഒന്നുമല്ല. വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. അത് ഓരോ ക്ലിപ്പ് ചെയ്തിട്ട് അതിങ്ങനെ തള്ളുന്ന സമയത്തൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. രാവും പകലും ഇല്ലാതെ ചെയ്ത പണിയാണ്. 31-ാം തീയതി തുടങ്ങി രാത്രി ഫുള്ളായി വർക്ക് ചെയ്ത് ഞാനും അജയും കൂടി ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ വലിയ ധീരമായൊരു ഇടപെടൽ ഈ ഒരു ബെയിലി പാലത്തിലൂടെയാണ്. ഈ ബെയിലി പാലം നിൽക്കുന്നതിൻ്റെ അടിയിൽ വലിയ വെള്ളമായിരുന്നു. ആർക്കും ഇങ്ങോട്ട് കടക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. നമ്മളന്ന് പത്രത്തിലൂടെയൊക്കെ കണ്ടതാണ്. അവിടെ വരും ആളുകൾക്ക് വന്ന ചൂരൽമലയുടെ അപ്പുറത്തെ സൈഡിൽ വരും. ഇപ്പുറേക്ക് കടക്കാൻ കഴിയില്ല. ഇപ്പുറ കടന്നാൽ മാത്രമേ മുണ്ടക്കൈയിലെ ദുരന്തം അറിയാൻ കഴിയൂ. ഇവിടെയാണ് സൈന്യം 30-ാം തീയതി വൈകുന്നേരം തുടങ്ങി 1-ാം തീയതി വൈകുന്നേരം തീർന്ന ഈ പാലം, ഏതാണ്ട് 190 അടിയുള്ള ഈ ബെയിലി പാലം, ഇത് ഈ ദുരന്തത്തിൻ്റെ സ്മരണയായി നിൽക്കുകയാണ്. രാവും പകലും ഇല്ലാതെ ചെയ്ത പണിയാണ്. 31-ാം തീയതി തുടങ്ങി രാത്രി ഫുള്ളായി വർക്ക് ചെയ്ത് രാവിലെയും അതേപോലെ 5 മണി വരെ ആയപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ആ പണി പൂർത്തീകരിച്ച്. വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു. ആ സമയത്ത് മഴ കുറച്ച് കുറവായിരുന്നു. എന്നാലും വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. അത് ഓരോ ക്ലിപ്പ് ചെയ്തിട്ട് അതിങ്ങനെ തള്ളുന്ന സമയത്തൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സമയത്ത് നമുക്കിത് പോയ സമയത്ത് നമുക്ക് അവിടെ മുണ്ടക്കായിലും അതേപോലെ അട്ടമലയിലൊക്കെ ഭക്ഷണം എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് റോപ്പ് ചെയ്തിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത്. മോടെ പേരെന്താ? ഷമീമ. ഷമീമയുടെ വീട് എവിടെ ആയിട്ടാണ്? വീട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ്. അവിടെ എന്തെങ്കിലും പറ്റുമോ? അവിടെ ഇതേപോലെ തന്നെ വീട് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഒന്നിനും പറ്റൂല. ആ വിധം നശിച്ചു പോയി. അല്ല, ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. ഉമ്മച്ചിയും അനിയനും ഉണ്ടായിരുന്നു. ഒരു കടന്റെ മേലെ കയറി കിടന്ന്. അത് പുത്തുമല പൊട്ടിയപ്പോൾ അവിടെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കലങ്ങി വരുന്ന കണ്ടപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മാറിയതാ, വെള്ളം വരും വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ വന്ന് രാത്രി കിടന്നപ്പോൾ പെട്ടെന്ന് ഒച്ച എടുത്ത് നോക്കിയപ്പോൾ താഴത്തെ ഷട്ടർ ഞെളിഞ്ഞ് എന്തോ പാറ വന്ന് ഇടിച്ചിട്ട് ആകെ ഇതായിപ്പോയി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇല്ല, ബന്ധുക്കളില്ല. പക്ഷെ ഇവിടെ ഉള്ളവർ ഫുള്ളും ബന്ധുക്കളെ പോലെയാണ്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളാണിത്. പിന്നെ കൂട്ടുകാർ പോയി, നാട്ടുകാർ പോയി. കടയിൽ ഞങ്ങളെ ലോകം എന്ന് പറയുന്നത് കടയിലും. അപ്പം അവിടുന്ന് ഡെയിലി കാണുന്ന ആൾക്കാർ ഫുള്ള് പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനും മോനും ലീവ് കിട്ടിയാൽ അങ്ങോട്ട് വരും. വീട്ടിൽ പോവില്ല, കടയിൽ തന്നെ. വൈകുന്നേരം വരെ കടയിലാണ് ഞങ്ങളെ ലോകം എന്ന് പറയുന്നത്. ഞാൻ ചെറുതിലേ മുതൽ 8ാം ക്ലാസ് വരെ കടൻ്റെ പുറകിലായിരുന്നു താമസിച്ചിരുന്നത്, ഞങ്ങൾ ഫാമിലി ഫുള്ള്. അപ്പോൾ അന്നേരം മുതലുള്ള എല്ലാവരും പരിചയക്കാരാണ്, കുടുംബമാണ്. സത്യം പറഞ്ഞാൽ കുടുംബം തന്നെയാണ്. കാണാനുമില്ല. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കരയണമെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇപ്പതാ ആകെ ഇപ്പച്ചിൻ്റെ എല്ലാം പോയി. ഇനി വീടില്ല, കടയില്ല, മുന്നോട്ടുള്ള എന്താണെന്നറിയില്ല. ഒന്നും സഹിക്കാൻ കഴിയില്ല. രാത്രി ഫോണിൽ കോള് വന്ന് ഉമ്മച്ചി പിന്നെ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വിളിച്ചു. കാരണം ഈ വെള്ളരിമലിൻ്റെ അപ്പുറത്ത്, ഞങ്ങൾ വൈത്തിരി ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളെ വീടൊക്കെ ഉള്ളത്. അപ്പോൾ പുത്തുമല പൊട്ടിയപ്പോൾ കവളപ്പാറയും പൊട്ടിയിരുന്നല്ലോ. ആ ഒരു രീതിക്ക് ഉമ്മച്ചി ആദ്യം വിളിച്ചിരുന്നേ. അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. രാത്രി എങ്ങോട്ട് ഓടണം എന്നറിയില്ല. രക്ഷിക്കണോ അതോ കരയണോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ അവസാനം പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല, രക്ഷപ്പെട്ടു എന്ന്. പിന്നെ ഒരു വട്ടം വിളിച്ചപ്പോൾ പറഞ്ഞു കുന്നിൻ്റെ മുകളിലാണ്. എങ്ങനെ രക്ഷപ്പെട്ട്? ഞാനും പിന്നെ അനിയത്തിയുണ്ട്, അവൾ അമ്മച്ചിൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ രണ്ടാളും ബാക്കിയായിട്ട്
ഇവർ നഷ്ടപ്പെട്ടിട്ടുള്ളെങ്കിൽ ചിന്തിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഫുള്ള് എല്ലാവരും നല്ല എന്താ പറയുക, ഒന്നും പറയാനില്ല. ഞാൻ ലീവ് കിട്ടുമ്പോൾ മോന് സ്കൂളിൽ പോകുന്നുണ്ട്. ആ മോന് ലീവ് കിട്ടുമ്പോൾ കടയിൽ അതാ കുറേ ഇപ്പം ഒന്ന് റെഡിയാക്കിയിരിക്കണുള്ളൂ. കാണുമ്പോൾ ഓരോ സാധനവും A to Z സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഒരു വീട്ടിലായിട്ട് എന്തെല്ലാം വേണം അത് ഫുള്ളും അതിൻ്റെ ഉള്ളിലുണ്ട്. ആര് കയറിയാലും ഒന്നും ഇല്ലയെന്ന് പറയേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ചിട്ട് ഉപ്പച്ചി ഇതാക്കിക്കൊണ്ടേയിരിക്കും. ഉപ്പച്ചിയും ഉമ്മച്ചിയും കഷ്ടപ്പാട് അത്രയായിരുന്നു. നഷ്ടപ്പെട്ടു പോയാൽ വലിയ ദുഃഖമുണ്ട്. അപ്പം ഞാനിത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടി വിയിലൊന്നും കാണുന്നതൊന്നും ഒന്നുമല്ല. കാരണം ഇവിടെ വന്ന് കണ്ട്, കാരണം ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ നടന്നൊരു 2 കിലോമീറ്റർ നടന്നു വന്നു. അപ്പോൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇത് ദൃശ്യം കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. നമ്മൾ ടി വിയിൽ കാണുന്നതും നമ്മൾ ഗൾഫിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ റിയലായിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമുക്കതിൻ്റെ വ്യാപ്തി ശരിക്കും മനസ്സിലാകുന്നത്. ഷാജൻ സാർ, ഞങ്ങളാൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2-3 ടൂർണമെൻറ്റ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മസ്കറ്റിൽ ഇതിനു വേണ്ടി വയനാട് തന്നെ അങ്ങനെ കുറേ ഞങ്ങളുടെ പ്രവാസിയുടെ രീതിയിൽ തന്നെ ഞങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രാത്രി അറിയാം ഭയങ്കര ബഹളമായിരുന്നു. ഒച്ച ഭയങ്കര ഒച്ച. ഞങ്ങൾ ആ ഒച്ച അങ്ങോട്ട് കേൾക്കാം. പ്ലെയിന് പോകണ വരച്ച ഒച്ച. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ ഉറങ്ങിയില്ല അന്ന് സത്യത്തിൽ. പിന്നെ രാവിലെ ആകുമ്പോൾ ഇത് അറിയുന്നത് ഇങ്ങനെ പോയി എന്നൊക്കെ ഫോണും വിളിച്ചതും വന്നതും കണ്ടതും ഞാൻ അതെ രാവിലെ വന്നില്ല. ഞങ്ങൾ ഉച്ചയാകുമ്പോൾ വന്നു. നടക്കാൻ സ്ഥലമില്ല അന്ന്. ഇതൊക്കെ ബ്ലോക്കാണ് കംപ്ലീറ്റ്. എന്നിട്ട് അതിലെ കൂടെ ചായക്കാട് കൂടെ കയറി അതിൽ വന്ന് ഇങ്ങനെ വന്ന് അങ്ങനെയൊക്കെ വന്ന ചേട്ടൻ്റെ ബന്ധുക്കളെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലൂടെ കുറേ ആൾ പോയി. അവിടെ ഒരു 4 ആൾ, ഇതിവിടെ 2 ആൾ പോയി, ഇവിടെ ഒരു 3 ആൾ അങ്ങനെയൊക്കെ മരിച്ചു. അബ്ദുൾ റഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം ഈ റിക്കവറിയിൽ സജീവമായി ഇടപെട്ട ആളാണ്. അദ്ദേഹത്തോട് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അന്ന് രാവിലെ നമ്മൾ എത്തുമ്പോൾ എല്ലാവരും പകച്ചു വെക്കുന്ന ഒരവസ്ഥയുള്ളത്. ബോഡി ഒന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരെയും സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ബോഡി കിട്ടുമ്പോൾ അടുത്ത ബോഡി കിട്ടുമ്പോൾ ഇനി എന്ത് എന്നുള്ള രീതിയിൽ എടുത്തു വെക്കുന്നവർ പോലും ബോഡി എടുക്കാൻ വരുന്നവരും മാനസികമായി തളർന്നു എന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ഈ ബോഡി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആശുപത്രികളിൽ പോലും നമുക്ക് കിടത്തി ഓരോന്നോരോന്ന് തിരിച്ചറിയാനുള്ള ആളുകൾ, അങ്ങനെ കുടുംബങ്ങളിൽ രക്ഷപ്പെട്ട ആളുകൾ, കുടുംബങ്ങളെ കാണാനുള്ള ആളുകൾ, ഇങ്ങനെ ഓരോ ആളുകൾ വന്നിരുമ്പോൾ ഈ നാട്ടിൽ വല്ലാത്തൊരു അവസ്ഥ, ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പകരം എന്ത് എന്നൊരു ഓപ്ഷൻ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധുക്കൾക്കോ കൊടുക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ ആർക്കും കഴിയുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലെത്തിക്കാനും ജീവനുള്ളവരെ ഹോസ്പിറ്റലിലെത്തിക്കാനും അതുപോലെ മരിച്ച ബോഡികളൊക്കെ തന്നെ അവിടെ എത്തിക്കാനുള്ള സംവിധാനത്തിലായിരുന്നു.